ADGP MR അജിത് കുമാറിനും P ശശിക്കും സ്ഥാനചലനമില്ല. അജിത് കുമാറിന്റെ സ്ഥാനമാറ്റം ഒഴിവാക്കിയത് മുഖ്യമന്ത്രി നേരിട്ടാണ്. അതേസമയം ADGP അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണം DGP അന്വേഷിക്കും. പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് മുഖ്യമന്ത്രി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയുണ്ട്. ശാലിനി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ, ഇന്നലെ രാത്രി വൈകിയാണ് തീരുമാനങ്ങളിൽ ചില ചടുലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു വിവാദത്തിന് തൊട്ടു പിന്നാലെ PV അൻവർ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിലും ആരോപണങ്ങളിലും MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി പുറത്തിറങ്ങിയ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് MR അജിത് കുമാറിന് ഒരു സ്ഥാനമാറ്റം നൽകാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വകുപ്പുതല നടപടികളോ നേരിടേണ്ടതായിട്ട് വരില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അദ്ദേഹത്തിനെ നിലവിൽ സ്ഥാനത്ത് തന്നെ, അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ സ്ഥാനത്ത് തന്നെ തുടരുക തന്നെയാണ് സർക്കാർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തുടർച്ച നൽകുക തന്നെയാണ് സർക്കാർ. ഒപ്പം തന്നെ ഒരു അന്വേഷണത്തിന് കൂടി ഔദ്യോഗികമായി സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ആ ഒരു അന്വേഷണം തന്നെയായിരിക്കും നടക്കുക എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് DGP ഷേഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഒരു 5-അംഗ സംഘമായിരിക്കും അന്വേഷണം നടത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. ആ അന്വേഷണ സംഘം കണ്ടെത്തുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഏതെങ്കിലും തരത്തിൽ നടപടി MR അജിത് കുമാറിനെതിരെ വേണമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം മുഖ്യമന്ത്രി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആദ്യഘട്ടങ്ങളിൽ സ്ഥാനമാറ്റം ഉണ്ടാകും എന്നുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. പക്ഷേ ഒരു രീതിയിലുമുള്ള സ്ഥാനമാറ്റങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അടക്കം നടത്താൻ സ്വാധീനിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ സ്ഥാനത്ത് തന്നെ അദ്ദേഹം തുടരുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് MR അജിത് കുമാറിനെതിരെ നിലമ്പൂർ MLA കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ളത്. ആ ഒരു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കള്ളക്കടത്തുകാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെ വലങ്കൈയായി MR അജിത് കുമാർ പ്രവർത്തിക്കുന്നു. വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കവടിയാറിൽ ഒരു വലിയ വീട് തന്നെ അദ്ദേഹം ആഡംബര മാളിക തന്നെ പണിയാൻ ഒരുങ്ങുന്നു. അത് ഏകദേശം 7000-ലധികം സ്ക്വയർ ഫീറ്റിൽ അദ്ദേഹം വീട് പണിയുന്നു. ഇതിന്റെയൊക്കെ സാമ്പത്തിക സ്രോതസ് അടക്കം ദുരൂഹമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഈ ആരോപണങ്ങളിൽ അടക്കം ഒരുപക്ഷെ ഈ അന്വേഷണ സംഘം പരിശോധന നടത്തുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ഒപ്പം തന്നെയാണ് ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ടൊരു നിലപാട് സംസ്ഥാന സർക്കാർ ഏറ്റവും ഒടുവിലായി എടുത്തിട്ടുള്ളത്. അതിൽ മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ഇടപെടൽ നടത്തി ഈ ഒരു സ്ഥാനമാറ്റം വേണ്ട, പകരം ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ, പകരം അന്വേഷണം മാത്രം മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അത് മുഖ്യമന്ത്രിയുടെ അടക്കം മുഖം രക്ഷിക്കാനുള്ള ഒരു ഇടപെടലിന്റെ ഭാഗം കൂടിയാണ് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി PV അൻവർ നടത്തിയിട്ടുള്ളത്. അതിൽ പോലീസിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥർ കൂടിയായിട്ടുള്ള ADGP MR അജിത് കുമാറിനെതിരെ നടത്തിയ ആരോപണങ്ങളാണ്. ആക്ടിംഗ് DGP എന്ന രീതിയിൽ അടക്കം പ്രവർത്തിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന് നേരെയുമാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. തെളിവുകളും ഫോൺ സംഭാഷണങ്ങളും അടക്കം അദ്ദേഹം പുറത്തുവിട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ നിലമ്പൂർ MLA PV അൻവർ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ MLA ക്വാർട്ടേഴ്സിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ മുഖ്യമന്ത്രിയെ PV അൻവർ കാണുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കൈമാറാനാണോ മറ്റേതെങ്കിലും തരത്തിൽ പരാതിയോ മറ്റോ നൽകാനാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരു ഭരണപക്ഷ MLA തന്നെയാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് നേരെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ കാര്യത്തിൽ നേരിട്ട് തന്നെ പരാതി നൽകാൻ കൂടിയാണ് അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. അതിൽ ഏത് തരത്തിൽ നിലപാടിനി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ദൃശ്യ ശാലിനി, അജിത് കുമാറിനെതിരെ ആരോപണങ്ങളിൽ അന്വേഷിക്കാനായിട്ട് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സംഘത്തിനെതിരെ ചില ആരോപണങ്ങൾ വരുന്നുണ്ടല്ലോ. ഈ ADGP അജിത് കുമാറിന്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിൽ ഉൾപ്പെടുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അജിത് കുമാറിനാണ്. അങ്ങനെയുള്ള ആരോപണങ്ങൾ, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
ദൃശ്യ ഇന്നലെ ഒരു ഔദ്യോഗിക അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതും പ്രോട്ടോകോൾ പ്രകാരമൊക്കെ തന്നെ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് MR അജിത് കുമാർ. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി അന്വേഷണം നടത്തേണ്ടത് അതിലും മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. അതായത് DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം അന്വേഷണം നടത്തേണ്ടത് എന്നുള്ളതാണ് ചട്ടം. സ്വാഭാവികമായും മുഖ്യമന്ത്രി ഇന്നലെ രാത്രി വൈകി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഉത്തരവിറക്കിയതിന്റെ അടിസ്ഥാനത്തിൽ DGP തന്നെ നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് അന്വേഷണം നടത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഷേഖ് ദർവേഷ് സാഹിബാണ് അന്വേഷണത്തിന്റെ മേലുദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന് കീഴിലായി ഏകദേശം 5ഓളം വരുന്ന മറ്റുദ്യോഗസ്ഥരുണ്ട്. അതിൽ SP-മാരുണ്ട്, DIG-മാരുണ്ട്. അങ്ങനെ ഉള്ള ഉദ്യോഗസ്ഥർ കൂടിയാണ് ഈ ഒരു അന്വേഷണ പരിധിയിൽ വരുന്നത്. ആ പരിധിയിൽ വരുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് കീഴിലായി ജോലി ചെയ്യുന്ന പലരുമുണ്ട്. സ്വാഭാവികമായും നാളെ ഒരു കാലത്ത് ADGP DGP വരെ റാങ്കിലേക്ക് എത്തേണ്ട ഒരു വ്യക്തിയാണ്. അന്ന് DGP റാങ്കിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് തൊട്ട് താഴെയായി ജോലി ചെയ്യേണ്ട പലരുമാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ എത്രത്തോളം കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളൊരു ആശയക്കുഴപ്പം ആശങ്കകളൊക്കെ തന്നെ പ്രതിപക്ഷമടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്വേഷണ സംഘത്തെ കൂടി ഔദ്യോഗികമായി സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞു. പക്ഷേ ആ അന്വേഷണം ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കാര്യക്ഷമമായി ഒരു റിപ്പോർട്ട് സർക്കാരിന് മുൻപിലേക്ക് എത്തുക, അങ്ങനെ എത്തുകയാണെങ്കിൽ തന്നെ ആ കാര്യക്ഷമമായ റിപ്പോർട്ടിൽ ഏത് തരത്തിലുള്ള നടപടികൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് MR അജിത് കുമാറിനെയും P ശശി അടക്കമുള്ളവരെ തൊടുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയിലേക്ക് പിന്നീട് എത്താനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി അടക്കം പ്രതിക്കൂട്ടിലാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട്. കാരണം ഏറ്റവും വിശ്വസ്തരായ 2 ഉദ്യോഗസ്ഥരാണ്. ഒന്ന് MR അജിത് കുമാറും P ശശിയും എന്നുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്ക്. സ്വാഭാവികമായും അവരിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അത് ഏത് തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ബാധിക്കുമെന്നുള്ള കാര്യം ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് എല്ലാം മയപ്പെടുത്തിക്കൊണ്ട് ഒരു സംരക്ഷണ കവചം മുഖ്യമന്ത്രി തന്നെ MR അജിത് കുമാറിനും P ശശിക്കുമെതിരെ ഉണ്ടാക്കുന്നത്. ആ ഒരു കവചത്തിനുള്ളിൽ നിന്നുള്ള അന്വേഷണം കൂടിയായിരിക്കും സർക്കാർ തലത്തിൽ നടക്കുകയും ചെയ്യുക. ദൃശ്യ തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. ADGP MR അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും സ്ഥാനചലനമില്ല എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ശാലിനി നൽകിയത്.